ശബരിമലയിൽ അയ്യപ്പസ്വാമിയുടെ പേരിലുള്ള തട്ടിപ്പിന് തടയിട്ട് ഹൈക്കോടതി. സന്നിധാനത്ത് പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാൻ അനുമതി ലഭിച്ചെന്നറിയിച്ചുള്ള പണപ്പിരിവ് ഹൈക്കോടതി തടഞ്ഞു. തമിഴ്നാട്ടിലെ ഈറോഡിലുള്ള ഡോക്ടർ EK സഹദേവനാണ് ഇത്തരത്തിൽ പിരിവ് നടത്തിയത്. ആർക്കും വിഗ്രഹം വെക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് വെർച്വൽ ക്യൂ പ്ലാറ്റ്ഫോമിൽ പരസ്യപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്നയാണ് ചേരുന്നത് വിവരങ്ങളുമായി. ഷപ്ന, ഈ തട്ടിപ്പ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിലേക്ക് വന്നത് എങ്ങനെയാണ്? എന്താണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? ലക്ഷ്മി, ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടത്. തമിഴ്നാട്ടിലെ ഈറോഡിലുള്ള ലോട്ടസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ EK സഹദേവനാണ് അയ്യപ്പന്റെ പഞ്ചലോക വിഗ്രഹം ക്ഷേത്രാങ്കണത്തിൽ സ്ഥാപിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അനുമതി നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പണപ്പിരിവ് നടത്തിയത്. ഇതിനായി QR കോഡ് സഹിത തമിഴ്നാട്ടിൽ അച്ചടിച്ച് നോട്ടീസും പുറത്തിറക്കിയിരുന്നു. ഈ കേസിന്റെ വാദത്തിനിടെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ വിശദീകരണം കോടതി തേടിയിരുന്നു. ആചാരങ്ങളെ ബാധിക്കാത്ത വിധം പഞ്ചലോക വിഗ്രഹം സ്ഥാപിക്കുന്നതിന് വേണ്ട സഹായങ്ങൾ നൽകാൻ നിർദ്ദേശിച്ച് ദേവസ്വം ബോർഡ് സെക്രട്ടറി കഴിഞ്ഞ 4-ന് കത്തയച്ചിരുന്നു. എന്നാൽ പണസമാഹരണത്തിന് നിർദ്ദേശിച്ചിട്ടില്ല എന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ വ്യക്തമാക്കി. വിഗ്രഹം സ്ഥാപിക്കാൻ അനുമതി നൽകിയിട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡ് അഭിഭാഷകനും കോടതിയെ അറിയിച്ചത്. തുടർന്ന് ഇത് സംബന്ധിച്ച ഫയലുകൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകി. നാളെ ഈ ഹർജി വീണ്ടും പരിഗണിക്കും. ഷപ്നയാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചത്.